എല്ലാവർക്കും നമസ്കാരം. KSFEയുടെ കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വിവിധ ശാഖകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ചില സംശയങ്ങളും അവയുടെ ക്ലാരിഫിക്കേഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യമേ ഈ കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാം. നിലവിൽ കാസ്ബയിലെ യുണീക്ക് ഐഡികൾ അഥവാ കസ്റ്റമർ രജിസ്റ്ററുകൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്നത് ഒരേ കസ്റ്റമർക്ക് തന്നെ ഒന്നിലധികം യുണീക്ക് ഐഡികളുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നതുപോലെ തന്നെ ഒരേ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നിലധികം യുണീക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ഒരു കസ്റ്റമർ രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക എന്നീ ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള പ്രൊജക്റ്റാണ് കസ്റ്റമർ ഡീഡ്യൂപ്ലിക്കേഷൻ. ഈ പ്രൊജക്റ്റ് ഫലവത്തായി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശാഖകൾക്കായി ഡെവലപ്പ് ചെയ്ത് നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷനാണ് KSFE കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷൻ. ഇത്തരത്തിൽ ഡീഡ്യൂപ്ലിക്കേഷൻ ചെയ്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത്, കാസ്ബയിൽ ഒരൊറ്റ യുണീക്ക് ഐ ഡി മാത്രമുള്ള ഒരു കസ്റ്റമർ ആണ് എങ്കിൽ ആ കസ്റ്റമറുടെ ആ യുണീക്ക് ഐ ഡി ഒറിജിനൽ അഥവാ O എന്ന് മാർക്കായി വരികയും, ഇനി ഒന്നിലധികം യുണീക്ക് ഐ ഡികളുള്ള ഒരു കസ്റ്റമർ ആണ് എങ്കിൽ ആ കസ്റ്റമറുടെ ഒരു യുണീക്ക് ഐ ഡി ഒറിജിനൽ എന്ന് മാർക്ക് ചെയ്യുകയും മറ്റു യുണീക്ക് ഐ ഡികളെ ഡ്യൂപ്ലിക്കേറ്റ് അഥവാ D എന്ന് കാസ്ബയിൽ മാർക്ക് ചെയ്തു വരികയുമാണ് ചെയ്യുന്നത്. ശേഷം ഈ വ്യക്തിയുടെ സ്കീംസ് എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് ഒറിജിനൽ എന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്നും മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ യുണീക്ക് ഐ ഡിയിലെയും സ്കീംസ് ഒരുമിച്ച് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാസ്വേഡ് കാസ്ബയിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാസ്വേഡ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പവർ ആപ്പിൻ്റെ അഡ്മിൻ മൊഡ്യൂൾ അഥവാ മൊബൈൽ അഡ്മിൻ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ്വേഡ് വേണം ഈ ഒരു ആപ്ലിക്കേഷനിലും ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഇതുവരെയും മൊബൈൽ അഡ്മിനിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാത്ത എംപ്ലോയീസ് ആണ് എങ്കിൽ ആദ്യമേ മൊബൈൽ അഡ്മിൻ്റെ സൈറ്റിൽ കയറി താഴെയുള്ള സെറ്റ് പാസ്വേഡ് എന്ന ലിങ്ക് ഉപയോഗിച്ച് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനകത്തും ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാസ്ബയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ നിലവിൽ കാസ്ബയിൽ 3 തരത്തിലുള്ള യുണീക്ക് ഐ ഡികളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഒന്ന് O എന്ന മാർക്കായിട്ടുള്ള ഒറിജിനൽ സ്റ്റാറ്റസിലുള്ള ഐ ഡികൾ, 2 D എന്ന മാർക്കായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാറ്റസിലുള്ള ഐ ഡികൾ, 3 O എന്നോ D എന്നോ മാർക്ക് ചെയ്യപ്പെടാത്ത അഥവാ ഡീഡ്യൂപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത യുണീക്ക് ഐ ഡികൾ. കാസ്ബയിൽ ഗ്ലോബൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്കീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു യുണീക്ക് ഐ ഡി സെർച്ച് ചെയ്തെടുക്കുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട ഐ ഡികളെയും മാർക്ക് ചെയ്യപ്പെടാത്ത ഐ ഡികളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കസ്റ്റമർക്ക് ഒരു പുതിയ സ്കീം ആരംഭിക്കണമെങ്കിൽ, ഒരു പുതിയ ചിട്ടി ചേരണം അല്ലെങ്കിൽ ഒരു പുതിയ ലോൺ കൊടുക്കണമെങ്കിൽ ഇനി മുതൽ ആ കസ്റ്റമറുടെ ഒറിജിനൽ അഥവാ O എന്ന് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള യുണീക്ക് ഐ ഡിയിൽ മാത്രമേ ഒരു പുതിയ സ്കീം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള യുണീക്ക് ഐ ഡിക്കകത്ത് ഇനി പുതിയൊരു സ്കീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇതിനുള്ള ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള യുണീക്ക് ഐ ഡിയിൽ ഒരു ചിട്ടി അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എങ്കിൽ അതേ യുണീക്ക് ഐ ഡിയിൽ തന്നെ ആ കസ്റ്റമർക്ക് FD ലോൺ അല്ലെങ്കിൽ PBL അല്ലെങ്കിൽ NCL എന്നിവ നൽകാൻ സാധിക്കും. എന്നാൽ ഇത് കൂടാതെയുള്ള മറ്റ് പുതിയ സ്കീമുകളെല്ലാം ആ കസ്റ്റമറുടെ ഒറിജിനൽ അഥവാ O എന്ന് മാർക്കായിട്ടുള്ള യുണീക്ക് ഐ ഡിക്കകത്തൂടെ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശാഖകളിൽ നിലവിൽ 2 സാഹചര്യങ്ങളിലാണ് കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഒന്ന്, ഒരു പുതിയ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യമുള്ളപ്പോൾ. 2, നിലവിൽ കാസ്ബയ്ക്കകത്തുള്ള ഒരു യുണീക്ക് ഐ ഡി എടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ. ഈ 2 സാഹചര്യങ്ങളിലും കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനകത്ത് ഒരു സെർച്ചിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒരു പുതിയ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്ന ഉദാഹരണം എടുത്താൽ, ഒരു പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, പാൻ നമ്പർ, ആധാർ നമ്പർ, ഇവ മൂന്നും
ഉള്ള അല്ലെങ്കിൽ ഇവ മൂന്നിലേതെങ്കിലും ഉള്ള ഒരു യൂണീക്ക് ഐ ഡി മറ്റൊരു യൂണീക്ക് ഐ ഡി കാസ്ബൈയിൽ ഉണ്ടോ എന്നൊരു സെർച്ചിങ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഉണ്ട് എങ്കിൽ ഈ കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനിലെ ആപ്ലിക്കേഷൻസ് എന്ന ടാബിൽ പുതിയതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയുടെ പേര്, ഒരു റെഫറൻസ് ഐ ഡി ഒക്കെ ആയിട്ട് അവിടെ ക്രിയേറ്റ് ആവുകയും അതിൻ്റെ സ്റ്റാറ്റസ്, ആ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് എന്നായിരിക്കും വന്ന് കിടക്കുക. ആ പ്രൊഫൈല് ആ പേരിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ അവിടെ താഴെ DDUP ഡീറ്റെയിൽസ് എന്ന ഹെഡിന് താഴെ ഇതേ മൊബൈൽ നമ്പറോ പാൻ നമ്പറോ ആധാർ നമ്പറോ ഉള്ള മറ്റ് യൂണീക്ക് ഐ ഡികളുണ്ടെങ്കിൽ അവയെ ലിസ്റ്റ് ചെയ്ത് വയ്ക്കും. ഇനി ആ ലിസ്റ്റ് ചെയ്ത പേരുകളിൽ ഇതേ കസ്റ്റമറുടെ ഐ ഡികൾ ഉണ്ട് എങ്കിൽ അവയെ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്യണം. കൂടാതെ ഇതേ കസ്റ്റമറുടെ അല്ലാത്ത യൂണീക്ക് ഐ ഡികളെയാണ് അവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതെങ്കിൽ അവയെ റിജക്റ്റഡ് എന്ന് മാർക്ക് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റി അല്ല. അതുകൊണ്ട് എ എന്ന പേഴ്സൻ്റെ ഓൺബോർഡിംഗ് ആണ് നമ്മൾ ചെയ്തതെങ്കിൽ എ എന്ന പേഴ്സൻ്റെ അതേ യൂണീക്ക് ഐ ഡികൾ മറ്റു യൂണീക്ക് ഐ ഡികൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവയെ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്യാവൂ. മറ്റുള്ള യൂണീക്ക് ഐ ഡികളെല്ലാം അത് അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവയെ റിജക്റ്റഡ് എന്ന് മാർക്ക് ചെയ്യണം. ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ്, റിജക്റ്റഡ് മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടണോട് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ കസ്റ്റമറുടെ ഓൺബോർഡിംഗ് കംപ്ലീറ്റ് ആവുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു കസ്റ്റമറുടെ നിലവിലുള്ള യൂണീക്ക് ഐ ഡി എടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും. പലപ്പോഴും ബ്രാഞ്ചുകളിൽ നിന്നും വരുന്ന കോളുകൾ ഇത്തരത്തിലാണ്. ഇങ്ങനെ കസ്റ്റമറെ ഓൺബോർഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു യൂണീക്ക് ഐ ഡി എടുത്ത് അപ്ഡേറ്റ് ചെയ്തു, എന്നാൽ ആ ചേഞ്ച് അല്ലെങ്കിൽ ആ യൂണീക്ക് ഐ ഡി ഒന്നും കാസ്ബൈയിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഫൈല് കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനിൽ ആപ്ലിക്കേഷൻസ് എന്ന ടാബിൽ പെൻഡിങ് എന്ന സ്റ്റാറ്റസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. കാരണം ഒന്നോ അതിലധികമോ യൂണീക്ക് ഐ ഡികളെ അവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. അവയെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റിജക്റ്റ് എന്ന് മാർക്ക് ചെയ്യുന്ന ആക്ടിവിറ്റി അവിടെ പെൻഡിങ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്യാത്തിടത്തോളം അതവിടെ പെൻഡിങ് എന്ന സ്റ്റാറ്റസിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. എന്നാൽ ഒരു കസ്റ്റമർ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ തവണയും ഇതേ ഡ്യൂപ്ലിക്കേറ്റ് റിജക്റ്റ് മാർക്ക് ചെയ്യുന്ന ആക്ടിവിറ്റി ഇല്ല. ഒരു കസ്റ്റമറുടെ വൺസ് ഒരു DDUP കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഈ കസ്റ്റമറുടെ ഒരു ഒറിജിനൽ ഐ ഡി എടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ വീണ്ടും ഇതേ ആക്ടിവിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. റിജക്റ്റഡ് എന്ന് മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ റിജക്റ്റ് ചെയ്യുന്ന ഐ ഡികൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതുപോലെ ഈ റിജക്റ്റഡ് എന്ന യൂണീക്ക് ഐ ഡിയിൽ, റിജക്റ്റഡ് എന്ന് മാർക്ക് ചെയ്യുന്ന യൂണീക്ക് ഐ ഡിയിൽ സ്കീമുകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു സംശയം. റിജക്റ്റഡ് എന്ന് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്തരം യൂണീക്ക് ഐ ഡികൾക്കോ ആ യൂണീക്ക് ഐ ഡിയിലുള്ള സ്കീമുകൾക്കോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ആ കസ്റ്റമറുടെ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിയിലൂടെ പുതിയൊരു സ്കീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള യൂണീക്ക് ഐ ഡിയിൽ നിലവിലുള്ള സ്കീമുകൾക്കും ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ റിജക്റ്റഡ് എന്ന് മാർക്ക് ചെയ്താലും അത്തരം ഐ ഡികൾക്കോ ഐ ഡികളുടെ സ്കീമുകൾക്കോ ഒരു പ്രശ്നവും തന്നെ സംഭവിക്കുന്നതല്ല. KSFE കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പാർട്ടിൽ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. KSFE കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷൻ്റെ ബേസിക്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു പാർട്ട് 1 വീഡിയോ ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു പാർട്ട് 2 വീഡിയോയിൽ ശാഖകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന സംശയങ്ങളും കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള സംശയങ്ങളും അതിൻ്റെ ക്ലാരിഫിക്കേഷനുമാണ് ഈ ഒരു പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനിലെ സ്ക്രീനുകളൊന്ന് പരിചയപ്പെടാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ യൂസർ റോൾ, അതുപോലെ ബ്രാഞ്ച് നെയിം എന്നിവ കാണാം. ഇവയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഉടനെ IT വിഭാഗവുമായി ബന്ധപ്പെട്ട് തിരുത്തേണ്ടതാണ്. ആഡ് ന്യൂ കസ്റ്റമർ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് വേണം പുതിയൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നതിന്. ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ OTP വെരിഫൈ ചെയ്യണമോ വേണ്ടയോ എന്നൊരു ചോദ്യമായിരിക്കും വരുന്നത്. ഇവിടെ OTP വെരിഫൈ ചെയ്തുകൊണ്ടും ചെയ്യാതെയും മുൻപോട്ട് പോകാം. എന്നാൽ ഫ്യൂച്ചറിൽ ഈ കസ്റ്റമറുടെ KYC വെരിഫിക്കേഷൻ വരുന്ന ഘട്ടത്തിൽ തീർച്ചയായും ഈ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ OTP വെരിഫൈ ചെയ്തേ പറ്റൂ. അപ്പോൾ ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വെരിഫൈ ചെയ്തു പോവുകയാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അവിടെ തന്നെ കംപ്ലീറ്റ് ആയി. എന്നാൽ സ്കിപ്പ് ചെയ്താൽ ഫ്യൂച്ചറിൽ തീർച്ചയായും ഇത് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്ഡേറ്റ് കസ്റ്റമർ എന്നുള്ള ബട്ടൺ എടുത്ത് അവിടെ നമ്മുടെ അപ്ഡേറ്റ് ചെയ്യേണ്ട യൂണീക്ക് ഐ ഡി എടുത്ത് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തിട്ട് വേണം നിലവിലെ കസ്ബയിലുള്ള ഒരു യൂണീക്ക് ഐ ഡി എടുത്ത് എന്തെങ്കിലും അപ്ഡേറ്റുകൾ ചെയ്യാനായിട്ട്.
ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ കോളുകൾ ശാഖകളിൽ നിന്ന് IT വിഭാഗത്തിലേക്ക് സപ്പോർട്ടിനായിട്ട് വരുന്നത്. അതായത് ഒരു കസ്റ്റമർ പ്രൊഫൈൽ എടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പർ യൂസ്ഡ് ബൈ അനദർ കസ്റ്റമർ, അല്ലെങ്കിൽ പാൻ നമ്പർ, ആധാർ നമ്പർ യൂസ്ഡ് ബൈ അനദർ കസ്റ്റമർ, ഇത്തരത്തിലുള്ള എറർ മെസ്സേജുകൾ വന്ന് അങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇത്തരം സിറ്റുവേഷനുകളിൽ ബ്രാഞ്ചുകളിൽ ചെയ്യേണ്ടത് ഒരിക്കലും കാസ്ബയിൽ പോയി ഈ മൊബൈൽ നമ്പറോ പാൻ നമ്പറോ ആധാർ നമ്പറോ ഗ്ലോബൽ സെർച്ച് ചെയ്യുക എന്നുള്ളതല്ല. പകരം കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനിൽ തന്നെ ഉള്ള സെർച്ച് യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഇതിനായി ചെയ്യേണ്ടത് ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനിലെ ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ആ പേജിൽ വലതുവശത്ത് മുകളിൽ വരുന്ന ഒരു ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഫിൽറ്ററിൽ ബൈ ഡിഫോൾട്ട് ഒരു 7 ഡേയ്സിൻ്റെ ഡേറ്റ് റേഞ്ചും ബ്രാഞ്ച് എന്ന കോളത്തിൽ നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ പേരും ബൈ ഡിഫോൾട്ട് സെലക്റ്റായി കിടക്കുന്നത് കാണാം. അപ്പോൾ സെർച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ ആ ഡേറ്റ് റേഞ്ചിൻ്റെ വലതുവശത്തോട്ട് മൗസ് പോയിൻ്റർ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ക്ലോസ് ബട്ടൺ വരും. ആ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഡേറ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. ശേഷം നിങ്ങളുടെ ബ്രാഞ്ച് നെയിമിൻ്റെ വലതുവശത്തോട്ട് മൗസ് പോയിൻ്റർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും ഒരു ക്ലോസ് ബട്ടൺ വരും. ആ ക്ലോസ് ബട്ടണും ക്ലിക്ക് ചെയ്ത് ആ ബ്രാഞ്ച് നെയിമും ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങളുടെ ഫിൽറ്ററിൽ എല്ലാ ഫീൽഡുകളും ക്ലിയറായി പോയി കാണും. ശേഷം ഏത് ഫീൽഡാണോ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞത് ആ ഫീൽഡ് വെച്ച് സെർച്ച് ചെയ്യുക. ഉദാഹരണത്തിന് മൊബൈൽ നമ്പറാണ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞത് എങ്കിൽ മൊബൈൽ നമ്പർ എന്നുള്ള ഫീൽഡിൽ ആ പർട്ടിക്കുലർ മൊബൈൽ നമ്പർ അടിച്ചുകൊണ്ട് അപ്ലൈ കൊടുക്കുക. ഇനിയല്ല പാൻ നമ്പറാണ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞതെങ്കിൽ പാൻ നമ്പർ ഇൻപുട്ട് ചെയ്തുകൊണ്ട് മാത്രം സെർച്ച് ചെയ്യുക. ഇനിയല്ല ആധാർ നമ്പറാണ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞത് എങ്കിൽ ആധാർ നമ്പറിൻ്റെ ഫീൽഡിൽ ആധാർ നമ്പർ മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ഒരു ഉദാഹരണത്തിന് ഒരു മൊബൈൽ നമ്പറാണ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചതെങ്കിൽ ഇത്തരത്തിൽ ഒരു മൊബൈൽ നമ്പർ അവിടെ ഇൻപുട്ട് ചെയ്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിച്ച ആ മൊബൈൽ നമ്പർ ഇവിടെ ഈ ഫിൽറ്ററിൽ ഇട്ടുകൊണ്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ മൊബൈൽ നമ്പർ ഉള്ള ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അത് ആരുടെ ആപ്ലിക്കേഷനിലാണോ ഉള്ളത് അതിവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഉദ്ദേശിച്ച കസ്റ്റമറുടെ അല്ല എങ്കിൽ, അതായത് നിങ്ങൾ സെർച്ച് ചെയ്തെടുത്ത മൊബൈൽ നമ്പർ ഇരിക്കുന്നത് മറ്റൊരു തെറ്റായ ഒരു കസ്റ്റമറുടെ ID-ക്കകത്താണ് എങ്കിൽ നിങ്ങൾ അത്തരം ID എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് കസ്റ്റമർ എന്ന ബട്ടൺ വഴി അത്തരം യൂണീക്ക് ID എടുത്ത് കറക്റ്റായ മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ പാൻ ആണെങ്കിൽ പാൻ, അല്ലെങ്കിൽ ആധാർ ആണെങ്കിൽ ആധാർ എടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയല്ല നിങ്ങൾ ആദ്യമേ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കസ്റ്റമറുടെ ID-യിൽ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നതും ആ ആപ്ലിക്കേഷൻ പെൻഡിങ് സ്റ്റാറ്റസിലുമാണ് കിടക്കുന്നത് എങ്കിൽ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ആ കസ്റ്റമറുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡീഡ്യൂപ്പ് ഡീറ്റെയിൽസ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ ഈ കസ്റ്റമറുടെയോ ഈ കസ്റ്റമറുടെ സിമിലർ ഡീറ്റെയിൽസ് ഉള്ള മറ്റ് യൂണീക്ക് ID-കളോ അവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനകത്തത് തന്നെ ഇതേ കസ്റ്റമറുടെ ID-കൾ ഉണ്ടെങ്കിൽ അവയെ ഡ്യൂപ്ലിക്കേറ്റ് എന്നും, ഇതേ കസ്റ്റമറുടെ അല്ലാത്ത മറ്റ് കസ്റ്റമേഴ്സിൻ്റെ ID-കൾ ഉണ്ടെങ്കിൽ അവയെ റിജക്റ്റഡ് എന്നും മാർക്ക് ചെയ്യണം. ഇതേ കസ്റ്റമറുടെ അല്ലാത്ത ID-കളാണ് എങ്കിൽ അവരുടെ പേര് ക്ലിക്ക് ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്യുക. താഴെയുള്ള സെലക്ട് ആക്ഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റിജക്റ്റ് എന്ന മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ റിജക്റ്റഡ് എന്ന് കൊടുക്കുക. ശേഷം വലതുവശത്തുള്ള അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു കൺഫർമേഷൻ പേജ് ആയിരിക്കും വരിക. അവിടെ യെസ് കൊടുത്ത് മുൻപോട്ട് പോവുക. അത് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ തന്നെ ഈ കസ്റ്റമറുടെ ID-യിൽ ഡീഡ്യൂപ്പ് ഡീറ്റെയിൽസ് എന്ന ഹെഡിൽ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ID-കളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റിജക്റ്റഡ് എന്നുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. ഇതേ കസ്റ്റമറുടെ മാത്രം ID-കളാണെങ്കിൽ ആ കസ്റ്റമറുടെ പേര് ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്ത് താഴെയുള്ള സെലക്ട് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുക്കുക. വലതുവശത്തുള്ള അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മുൻപോട്ട് പോവുക. ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് റിജക്റ്റഡ് എല്ലാം മാർക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ മാത്രം
താഴെ ഒരു സബ്മിറ്റ് എന്ന ബട്ടൺ ആക്റ്റീവായിട്ട് വരും ബ്ലൂ കളറിൽ. ആ സബ്മിറ്റ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും. അതായത് ഇന്ന യൂണീക്ക് ഐ ഡി ആണ് ഒറിജിനലാവാൻ പോകുന്നത്, താഴെ ഇന്ന യൂണീക്ക് ഐ ഡികളാണ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫർദർ സ്കീമുകളെല്ലാം ഇനി ഈ കസ്റ്റമറുടെ ഒറിജിനലിനകത്തോടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ, ഡ്യൂപ്ലിക്കേറ്റിനകത്തോടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലൊരു വാർണിംഗ് മെസ്സേജ് കാണിക്കും. ഇവിടെയും നിങ്ങൾ ഓക്കെ കൊടുത്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാർണിംഗ് മെസ്സേജ് കൂടെ കാണിക്കും. അതായത് നിങ്ങളിപ്പോൾ ഡ്യൂപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറിജിനലാക്കാൻ പോകുന്ന ഈ യൂണീക്ക് ഐ ഡിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള യൂണീക്ക് ഐ ഡികളുടെ കാസ്ബയിലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന ഫീൽഡിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ്. ചെയ്യണം എന്നാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. വേണ്ട, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊന്നും നിലവിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട എന്നാണെങ്കിൽ നോട്ട് നൗ എന്ന് കൊടുക്കുക. മുൻപോട്ട് പോവുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പെൻഡിങ് സ്റ്റാറ്റസിലുള്ള ഒരു കസ്റ്റമറുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡിലോട്ട് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെടുത്ത് ആ യൂണീക്ക് ഐ ഡിയിൽ നിങ്ങൾ മുൻപ് എന്ത് അപ്ഡേറ്റ് ആണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ചെയ്യാവുന്നതാണ്. ഒരു കസ്റ്റമറുടെ ആപ്ലിക്കേഷൻ പെൻഡിങ് സ്റ്റാറ്റസിൽ കിടക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ വിവരിച്ച പ്രകാരം വേണം അതെടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇത്തരത്തിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ പിന്നീട് ഈ കസ്റ്റമറുടെ യൂണീക്ക് ഐ ഡികൾ എടുത്ത് നിങ്ങൾക്ക് വേണ്ടുവോളം അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ എഡിറ്റിംഗ് വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഡയറക്റ്റ് കംപ്ലീറ്റഡിലോട്ട് പോവുകയല്ല ചെയ്തത്. നമ്മൾ അപ്ഡേറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന സ്റ്റാറ്റസിലോട്ടാണ് അത് പോയിട്ടുള്ളത്. പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന സ്റ്റാറ്റസിൽ എത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം അതിനകത്തുള്ള ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഈ OD മാർക്കിംഗ് എല്ലാം കാസ്ബയിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ സ്റ്റാറ്റസ് ഇപ്പോഴും കംപ്ലീറ്റഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്കിനി ഇവിടെ ബ്രാഞ്ചിലൊന്നും തുടർന്ന് ചെയ്യാനില്ല. പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന സ്റ്റാറ്റസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് ഓട്ടോമാറ്റിക് കംപ്ലീറ്റഡ് എന്നുള്ള സ്റ്റാറ്റസിലോട്ട് മാറിക്കോളും. കംപ്ലീറ്റഡ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് തുടർന്ന് ഇതേ യൂണീക്ക് ഐ ഡിയിലെടുത്ത് എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ അപ്ഡേറ്റുകൾ വരുത്തണമെങ്കിൽ വരുത്തുവാൻ സാധിക്കുന്നത്. ശാഖകളിൽ സംശയം വരാൻ സാധ്യതയുള്ള മറ്റൊരു സെനാരിയോ ആണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു യൂണീക്ക് ഐ ഡി ഒറിജിനൽ എന്നോ ഡ്യൂപ്ലിക്കേറ്റ് എന്നോ ഒന്നും മാർക്ക് ചെയ്യപ്പെടാത്ത ഒരു യൂണീക്ക് ഐ ഡി എടുത്ത് നിങ്ങൾ അപ്ഡേറ്റ് കസ്റ്റമർ വഴി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു സ്ക്രീൻ വന്ന് നിൽക്കുന്നത് കാണാം. ഇങ്ങനെ വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത യൂണീക്ക് ഐ ഡി, ആ യൂണീക്ക് ഐ ഡിയിൽ കിടക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ ഓൾറെഡി മറ്റൊരു ഒറിജിനൽ സ്റ്റാറ്റസിലുള്ള അഥവാ O എന്ന് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു യൂണീക്ക് ഐ ഡിയിൽ ഓൾറെഡി ഉണ്ട് എങ്കിലാണ് ഇത്തരത്തിലൊരു സ്ക്രീൻ വന്ന് നിൽക്കുക. ഈ സ്ക്രീനിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത യൂണീക്ക് ഐ ഡിയുടെ ഡീറ്റെയിൽസ് ആണ് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത്. ഇതേ കസ്റ്റമറുടെ മറ്റൊരു ഐ ഡി, ഒറിജിനൽ ആക്കപ്പെട്ട മറ്റൊരു ഐ ഡി ആണ് വലതുവശത്തെ കോളത്തിൽ കാണിക്കുന്നത് എങ്കിൽ ബേസിക്കലി ഈ ഇടതുവശത്തുള്ള യൂണീക്ക് ഐ ഡി വലതുവശത്തുള്ള യൂണീക്ക് ഐ ഡിയുടെ ഗ്രൂപ്പിലേക്ക് കയറി പോകേണ്ടതാണ്. അങ്ങനെയാണ് എങ്കിൽ, അതായത് ഇടതുവശത്തും വലതുവശത്തും കാണിച്ചിരിക്കുന്നത് ഒരേ വ്യക്തിയുടെ തന്നെ ഐ ഡികളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വലതുവശത്തുള്ള കോളത്തിൻ്റെ മുകളിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത്, ഉദാഹരണത്തിന് മൊബൈൽ എക്സിസ്റ്റിംഗ് ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്ന ഹെഡിങ്ങിൻ്റെ ഇടതുവശത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സംഭവിക്കുന്നത് ഇടതുവശത്തുള്ള യൂണീക്ക് ഐ ഡി വലതുവശത്ത് കാണിച്ചിട്ടുള്ള യൂണീക്ക് ഐ ഡിയുടെ ഗ്രൂപ്പിലേക്ക് കയറി പോകുന്നതും ഇടതുവശത്തുള്ള യൂണീക്ക് ഐ ഡി ഡ്യൂപ്ലിക്കേറ്റ് അഥവാ D എന്ന മാർക്കായി വരുന്നതുമായിരിക്കും. അങ്ങനെ ആ വ്യക്തിയുടെ ഡ്യൂപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില യൂണീക്ക് ഐ ഡികളിൽ നിലവിൽ മൊബൈൽ നമ്പറോ പാൻ നമ്പറോ ആധാർ നമ്പറോ ഒന്നും ഇല്ലാതെ കിടക്കുന്നതുകൊണ്ട് ഡ്യൂപ്പ് ചെയ്യപ്പെടാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ചില ഐ ഡികളുണ്ടാവാം. അത്തരം ഐ ഡികൾ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ഒറിജിനൽ ഐ ഡി ഓൾറെഡി ഉണ്ട് എങ്കിൽ അതിലേക്ക് ഗ്രൂപ്പിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനാണ് ഈ ഒരു കമ്പാരിസൺ സ്ക്രീൻ. അത്തരം സെനാരിയോയിലാണ് ഇങ്ങനെ ഒരു സ്ക്രീൻ വന്ന് നിൽക്കുന്നത്. ഇനി ഈ സ്ക്രീൻ വരുന്നതിൽ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടാവാം. അതായത് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഇടതുവശത്തുള്ള യൂണീക്ക് ഐ ഡിയിൽ കിടക്കുന്നത്
എ എന്ന വ്യക്തിയുടെയും വലതുവശത്ത് എടുത്തുകൊണ്ട് വന്നത് ബി എന്ന വ്യക്തിയുടെയും, അതായത് മറ്റൊരു വ്യക്തിയുടെയും യൂണീക്ക് ഐ ഡി ആവാം. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഐ ഡിയിൽ തെറ്റായി ഒരു മൊബൈൽ നമ്പർ കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഏത് യൂണീക്ക് ഐ ഡിയിലാണോ തെറ്റായ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ തെറ്റായ പാൻ നമ്പർ അല്ലെങ്കിൽ തെറ്റായ ആധാർ നമ്പർ ഉള്ളത് എങ്കിൽ അത് കണ്ടെത്തി തിരുത്തി അതിനുശേഷം മാത്രം മുൻപോട്ട് പോകേണ്ടതാണ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഇടതുവശത്തുള്ള യൂണീക്ക് ഐ ഡി വലതുവശത്ത് എടുത്തുകൊണ്ട് വന്ന യൂണീക്ക് ഐ ഡിയുടെ കസ്റ്റമറുടേതല്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മുകളിലെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കരുത്. കാരണം ഇത് രണ്ട് വ്യക്തികളുടെ ആണ് എങ്കിൽ രണ്ട് വ്യക്തികൾ ഒരു ഗ്രൂപ്പിലേക്ക് കയറി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ശാഖകളിൽ നിന്നും വന്നിട്ടുള്ള ചില ചോദ്യങ്ങളും അവയുടെ ക്ലാരിഫിക്കേഷനിലേക്കും കിടക്കാം. ആദ്യത്തെ ചോദ്യം, പാൻ നമ്പർ എന്ന ഫീൽഡ് മാൻഡേറ്ററി ആണോ എന്നുള്ളതാണ്. അതെ, കമ്പനിയുടെ 33/2025 എന്ന സർക്കുലർ പ്രകാരം ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുമ്പോഴായാലും ഒരു യൂണീക്ക് ഐ ഡി അപ്ഡേറ്റ് ചെയ്യുമ്പോഴായാലും പാൻ നമ്പർ എന്ന ഫീൽഡ് മാൻഡേറ്ററി ആണ്. മറ്റൊരു ചോദ്യം, ഒരു വ്യക്തിയുടെ അധികം ലൈവ് സ്കീമുകളൊന്നും ഇല്ലാത്തൊരു യൂണീക്ക് ഐ ഡി ആണ് ഒറിജിനൽ സ്റ്റാറ്റസിലേക്ക് മാറിയത്. എന്നാൽ ലൈവ് സ്കീമുകൾ കൂടുതലുള്ള മറ്റൊരു യൂണീക്ക് ഐ ഡി ഉണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റായി മാറിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രോപ്പർ ഡാറ്റ ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈവ് സ്കീമുള്ള യൂണീക്ക് ഐ ഡിയെ ഒറിജിനലാക്കി മാറ്റുക എന്നുള്ളതാണ്. ബ്രാഞ്ചുകളിൽ ഇതിന് ഒരു സംവിധാനം ഇല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചുകളിൽ നിന്ന് മാൻഡിസിൽ ഒരു ബഗ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇന്ന യൂണീക്ക് ഐ ഡി ആണ് നിലവിൽ ഒറിജിനലായിട്ടുള്ളത്, അതിനകത്ത് ലൈവ് സ്കീമുകൾ ഇല്ല, അതുകൊണ്ട് ഇന്ന യൂണീക്ക് ഐ ഡി ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ IT വിഭാഗത്തിൽ നിന്നും ഇത്തരത്തിൽ ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് എന്നീ സ്റ്റാറ്റസുകളെല്ലാം റിവേർട്ട് ചെയ്ത് ബ്രാഞ്ചുകൾക്ക് കൂടുതൽ ഡാറ്റയുള്ള അല്ലെങ്കിൽ കൂടുതൽ ലൈവ് സ്കീമുള്ള യൂണീക്ക് ഐ ഡിയെ ഒറിജിനലാക്കാനുള്ള ഒരു സാഹചര്യം ചെയ്തു തരുന്നതായിരിക്കും. അൺനെസസറി ആയിട്ട് ഒരിക്കലും ഒരു യൂണീക്ക് ഐ ഡിയുടെ ഒറിജിനൽ സ്റ്റാറ്റസ് റിവേർട്ട് ചെയ്യുന്നതായിരിക്കില്ല. അതായത് ഒരേ കസ്റ്റമർക്ക് തന്നെ 2 യൂണീക്ക് ഐ ഡി ഉണ്ട്, രണ്ടിലും ഈക്വലി ചിട്ടികൾ അല്ലെങ്കിൽ സ്കീമുകൾ ഉണ്ട് എങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യൂണീക്ക് ഐ ഡിയുടെ ഒറിജിനൽ സ്റ്റാറ്റസ് അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാറ്റസ് മാറ്റാൻ പറ്റില്ല. ജെന്യുവിൻ റീസൺ ഉണ്ടെങ്കിൽ മാത്രം ബഗ് റിപ്പോർട്ട് ചെയ്യുക, അത് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇത്തരത്തിൽ ഒരു കസ്റ്റമറുടെ ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് എന്നീ യൂണീക്ക് ഐ ഡി സ്റ്റാറ്റസുകളെല്ലാം റിവേർട്ട് ചെയ്ത് തന്നതിന് ശേഷം ബ്രാഞ്ചുകൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ ഏത് യൂണീക്ക് ഐ ഡി ആണോ ഒറിജിനൽ അഥവാ O എന്ന് മാർക്കായി വരേണ്ടത് ആ യൂണീക്ക് ഐ ഡി കോപ്പി ചെയ്ത് അപ്ഡേറ്റ് കസ്റ്റമർ എന്നുള്ള ബട്ടണിൽ പേസ്റ്റ് ചെയ്ത് അപ്ഡേറ്റ് കൊടുക്കേണ്ട എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കേണ്ടതാണ്. കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും ആ കസ്റ്റമർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡികൾ ഉള്ളതുകൊണ്ട് ആ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ്ങിലോട്ട് പോവുകയും ഞാൻ മുന്നേ വിശദീകരിച്ചതുപോലെ പെൻഡിങ് സ്റ്റാറ്റസ് ഉള്ള ആപ്ലിക്കേഷൻ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് റിജക്റ്റ് മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് മുൻപോട്ട് പോവേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് എടുത്ത് അപ്ഡേറ്റ് ചെയ്ത യൂണീക്ക് ഐ ഡി ആയിരിക്കും ആ കസ്റ്റമറുടെ ഒറിജിനൽ എന്ന് വരുന്നതും നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്യുന്ന ഐ ഡികളെ D എന്ന് മാർക്കായി വരുന്നതുമായിരിക്കും. മറ്റൊരു ചോദ്യം, ഒരു കസ്റ്റമറുടെ ഒരു ചിട്ടി ഉള്ളത് ആ വ്യക്തിയുടെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാറ്റസുള്ള ഐ ഡിക്കകത്താണ്. ആ ചിട്ടിയിൽ പ്രൈസ് മണി പേയ്മെൻറ്റ് വരുന്ന സമയത്ത് ആ വ്യക്തി CSDT + FD എന്ന മോഡിലാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഏതൊക്കെ ഐ ഡിയിലായിരിക്കും ക്രിയേറ്റ് ആവുക എന്നുള്ളതാണ്. നമുക്കറിയാം CSDT ക്രിയേറ്റ് ചെയ്യുന്നത് FD രജിസ്റ്ററിൽ പോയി ഒരു യൂണീക്ക് ഐ ഡി സെർച്ച് ചെയ്തെടുത്ത് അത്തരം ഒരു മോഡിലല്ല, ഒരു കസ്റ്റമറുടെ ചിട്ടാൾ നമ്പർ അടിച്ച് സെർച്ച് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിക്കകത്താണ് ഈ ചിട്ടി ഉള്ളത് എങ്കിൽ അതേ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിക്കകത്തായിരിക്കും CSDT ക്രിയേറ്റ് ആവുന്നത്. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്കീം ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അത് ആ വ്യക്തിയുടെ യൂണീക്ക് ഐ ഡി സെർച്ച് ചെയ്തെടുത്തുകൊണ്ടാണ് FD രജിസ്റ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഒറിജിനൽ അഥവാ O എന്ന മാർക്കായിട്ടുള്ള യൂണീക്ക് ഐ ഡിയിലെ FD ക്രിയേറ്റ് ആവുകയുള്ളൂ. ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ വ്യക്തിയുടെ സ്കീംസ് എന്ന ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ ഈ CSDTയും FDയും രണ്ടും ഒരുപോലെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഒരു പുതിയ കസ്റ്റമർ ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത്
അവരുടെ മൊബൈൽ നമ്പറിലേക്കുള്ള OTP വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് അവസരമില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഇമെയിൽ OTP വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഒരു ഇമെയിൽ ID വെരിഫൈ ചെയ്തുകൊണ്ട് ഒരു ഓൺബോർഡിങ് ചെയ്യുന്നൊരു അത്തരത്തിലൊരു പ്രോസസ്സിന് ഒരു ഡയറക്ഷൻ അങ്ങനെ ചെയ്യാനൊരു റൈറ്റ് നമുക്കില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു OTP വെരിഫിക്കേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇമെയിൽ ID വെരിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം ഓൺബോർഡിങ് ആപ്ലിക്കേഷനകത്ത് നിലവിലില്ല. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ഒരു യുണീക്ക് ID എഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ഒരു യുണീക്ക് ID എഡിറ്റ് ചെയ്യുന്നതിനുള്ള റൈറ്റ്, അതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റിജക്റ്റ് എന്ന് മാർക്ക് ചെയ്യുന്നതിനുള്ള റൈറ്റ് ബ്രാഞ്ച് അഡ്മിൻസിന് മാത്രമേ നൽകിയിട്ടുള്ളൂ. ബ്രാഞ്ച് അഡ്മിൻസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ചിലെ അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ആൻഡ് അബവ് പൊസിഷനിലുള്ള എംപ്ലോയീസിൻ്റെ യുണീക്ക് IDകളെയാണ് ബ്രാഞ്ച് അഡ്മിൻ എന്ന റോളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റൻസിൻ്റെ യൂസർ റോള് ബ്രാഞ്ച് യൂസർ എന്നുള്ളൊരു റോളായിരിക്കും. ഈ ബ്രാഞ്ച് യൂസർ എന്നുള്ള റോളിൽ നിലവിൽ ഇത്തരം എഡിറ്റിംഗ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റിജക്റ്റ് മാർക്ക് ചെയ്യുന്ന റൈറ്റ് നൽകിയിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ നൽകാമെന്നൊരു ഡിസിഷൻ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അസിസ്റ്റൻസിന് കൂടെ ഇത്തരത്തിൽ ഒരു യുണീക്ക് ID എഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് നൽകാവുന്നതാണ്. അതുപോലെ നിലവിൽ ഈ ഒരു സിറ്റുവേഷൻ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ അഡ്മിനകത്ത് ഒരു അസിസ്റ്റൻറ്റിൻ്റെ റോള് നേരത്തെ വിശദീകരിച്ചതുപോലെ ബ്രാഞ്ച് യൂസർ എന്ന പേരിലായിരിക്കും കിടക്കുന്നത്. ഒരു ബ്രാഞ്ചിലെ ബ്രാഞ്ച് അഡ്മിൻ അഥവാ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ അല്ലെങ്കിൽ മാനേജർ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ബ്രാഞ്ചിലെ ഒരു അസിസ്റ്റൻറ്റിൻ്റെ യൂസർ റോള് ബ്രാഞ്ച് യൂസറിൽ നിന്ന് ബ്രാഞ്ച് അഡ്മിൻ എന്ന പേരിലോട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ അസിസ്റ്റൻറ്റിന് ഈ ബ്രാഞ്ച് അഡ്മിൻ യൂസ് ചെയ്യുന്ന അതേ റൈറ്റുകൾ കിട്ടുകയും ബ്രാഞ്ച് അഡ്മിൻസ് ചെയ്യുന്നത് പോലെ എഡിറ്റിംഗ് വരുത്താനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ ഈ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ നിലവിൽ നമുക്ക് ബൈപ്പാസ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്യൂച്ചറിൽ അസിസ്റ്റൻസിനും കൂടെ എഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് നൽകണം എന്നൊരു ഡിസിഷൻ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത്തരത്തിൽ ആ ഫീഡ്ബാക്ക് പ്രകാരം മാറ്റാവുന്നതാണ്. മൊബൈൽ അഡ്മിനിൽ ഒരു അസിസ്റ്റൻറ്റിൻ്റെ യൂസർ റോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നൊന്ന് നമുക്ക് കാണാം. മൊബൈൽ അഡ്മിനിൽ ഒരു ബ്രാഞ്ച് അഡ്മിൻ യൂസർ റോളിൽ ലോഗിൻ ചെയ്യുക. ചെയ്തതിന് ശേഷം മെനുവിൽ റോൾ മാനേജ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ എഡിറ്റ് റോൾ ആൻഡ് ബ്രാഞ്ച് എന്നുള്ളൊരു ബട്ടൺ കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന സ്ക്രീനിൽ UID എന്നുള്ളൊരു ഫീൽഡ് കാണാം. ആ ഫീൽഡിൽ എഡിറ്റ് ചെയ്യേണ്ട ഈ എംപ്ലോയിയുടെ എംപ്ലോയി കോഡ് ടൈപ്പ് ചെയ്യുക. ശേഷം താഴെയുള്ള അപ്ലൈ ഫിൽട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് അവിടെ താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ശേഷം ആ എംപ്ലോയി കോഡിൻ്റെ ഇടതുവശത്തുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്പാൻഡായി വരുന്ന മെനുവിനകത്ത് ചൂസ് റോൾ എന്നുള്ളൊരു ബട്ടൺ കാണാം. അവിടെ പോയി ഈ എംപ്ലോയിയുടെ യൂസർ റോൾ ചേഞ്ച് ചെയ്യാവുന്നതും ശേഷം താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ സേവ് ചെയ്ത യൂസർ റോളിലേക്ക് ആ അസിസ്റ്റൻറ്റിൻ്റെ ലോഗിൻ മാറുന്നതുമായിരിക്കും. അടുത്ത ഒരു ചോദ്യം ശാഖകളിൽ നിന്ന് വന്നിരിക്കുന്നത് പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ളൊരു ഫീൽഡ് കസ്റ്റമർ രജിസ്റ്ററിൽ മാൻഡേറ്ററി ആയി എന്തുകൊണ്ട് വെച്ചിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒരു കസ്റ്റമർ രജിസ്റ്ററിനകത്ത് മാൻഡേറ്ററി ആയിട്ട് വെച്ചിരിക്കുന്ന എല്ലാ ഫീൽഡുകളും ആ കസ്റ്റമർ രജിസ്റ്റർ എപ്പോഴും കംപ്ലീറ്റായി കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശശുദ്ധിയോടുകൂടി വെച്ചിട്ടുള്ളതാണ്. എന്നാൽ പല ശാഖകളിൽ നിന്നും ഈ ഫീൽഡ് അപ്രസക്തമാണ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നൊരു ഫീൽഡ് മേടിക്കേണ്ട ആവശ്യമില്ല, ഇത്തരത്തിലുള്ളൊരു ഫീഡ്ബാക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ആ പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ളൊരു ഫീൽഡിൻ്റെ മാൻഡേറ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുന്നത് കസ്റ്റമർ രജിസ്റ്ററിൻ്റെ ഒരു സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഒരു ഇൻഡിവിജ്വലിന് ഓൺബോർഡ് ചെയ്യുന്ന അതേ ഫീൽഡുകൾ, അതേ ഡാറ്റ തന്നെയാണ് ഒരു ഓർഗനൈസേഷന് ഓൺബോർഡ് ചെയ്യുന്ന സമയത്തും ചോദിക്കുന്നത്. അപ്പോൾ അതിലൊരു അപ്രസക്തി ഉണ്ട്. കാരണം ഒരു ഓർഗനൈസേഷൻ രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മേടിക്കേണ്ട ഇൻപുട്ട് ഫീൽഡുകൾ തികച്ചും വ്യത്യസ്തമാണ്.
ഒരു ഇൻഡിവിജ്വൽ ടൈപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നിലവിൽ കാസ്ബയിൽ അത്തരത്തിലൊരു ഓർഗനൈസേഷന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ഇല്ലാത്തതുകൊണ്ടാണ് നിലവിൽ നമുക്ക് കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനകത്തും അങ്ങനെ സെയിം രീതിയിൽ ചെയ്യേണ്ടി വന്നത്. എന്നാൽ നിലവിൽ നമ്മൾ ഓർഗനൈസേഷന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പേജ് തന്നെ കാസ്ബയിലും അതുപോലെ കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനകത്തും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ അത് റോൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും. ആ റോൾ ഔട്ടിന് ശേഷം നിങ്ങൾക്ക് കസ്റ്റമറെ ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ടൈപ്പിൽ ചോദിക്കുന്ന ഇൻപുട്ട് ഫീൽഡുകളും ഓർഗനൈസേഷൻ ടൈപ്പിൽ ചോദിക്കുന്ന ഇൻപുട്ട് ഫീൽഡുകളും രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. ഓർഗനൈസേഷൻ രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മേടിച്ചിരിക്കേണ്ട ഫീൽഡുകൾ മാത്രമായിരിക്കും ആ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ബ്രാഞ്ചസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പറേറ്റർ, ആ പ്രൊപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ ഒരു യൂണീക്ക് ഐ ഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കൂടാതെ അദ്ദേഹത്തിൻ്റെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലുള്ള ഒരു സ്ഥാപനത്തിനും ഒരു യൂണീക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതേ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷന് ഒരു യൂണീക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട്. എന്നാൽ നേരത്തെ വിശദീകരിച്ചത് പ്രകാരമുള്ള ഒരു പുതിയ ലേഔട്ട്, ഒരു ഓർഗനൈസേഷന് വേണ്ടിയുള്ളൊരു കസ്റ്റമർ രജിസ്റ്റർ ലേഔട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരം സോൾ പ്രൊപ്പറേറ്റർഷിപ്പുകൾക്ക് പ്രൊപ്പറേറ്റർക്കും പ്രൊപ്പറേറ്ററുടെ സ്വന്തം യൂണീക്ക് ഐ ഡിയിലും അദ്ദേഹത്തിൻ്റെ തന്നെ ഓർഗനൈസേഷൻ യൂണീക്ക് ഐ ഡിയിലും ഒരേ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള സിറ്റുവേഷനും ശരിയാവുന്നതാണ്. അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുന്നത് കസ്റ്റമർ മൊബൈൽ നമ്പർ എന്നുള്ളൊരു ഫീൽഡുമായി ബന്ധപ്പെട്ടാണ്. ചില കസ്റ്റമേഴ്സ് അവരുടെ സ്വന്തം യൂണീക്ക് ഐ ഡിയിലും അതുപോലെ അവരുമായിട്ട് റിലേറ്റ് ആയി കിടക്കുന്ന അവരുടെ സ്പൗസ് അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രൻ, അവരുടെ യൂണീക്ക് ഐ ഡിക്കകത്തും ഒരേ മൊബൈൽ നമ്പർ തന്നെ വേണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇവർക്കെല്ലാം ഒരൊറ്റ മൊബൈൽ നമ്പറേ ഉള്ളൂ എന്നൊരു സിറ്റുവേഷൻ ബ്രാഞ്ചിൽ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കമ്പനിയുടെ 33/2025 എന്ന സർക്കുലർ പ്രകാരം ഓരോ കസ്റ്റമേഴ്സിനും യൂണീക്കായിട്ട് ഒരു മൊബൈൽ നമ്പർ, അവരവരുടേതായിട്ടുള്ള ഒരു KYC മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഭൂരിഭാഗം കസ്റ്റമേഴ്സും ഒരേ മൊബൈൽ നമ്പർ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ യൂണീക്ക് ഐ ഡിയിലും വേണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ യൂണീക്ക് ഐ ഡികളിലെ എല്ലാം SMS കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഒരൊറ്റ മൊബൈൽ നമ്പറിൽ വേണം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യം കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ രജിസ്റ്ററിൽ കമ്മ്യൂണിക്കേഷൻ മൊബൈൽ നമ്പർ എന്നുള്ളൊരു ഫീൽഡ് വെച്ചിട്ടുള്ളത്. കസ്റ്റമർ രജിസ്റ്ററിൽ നിലവിൽ 2 ഫീൽഡുകളാണ് മൊബൈൽ നമ്പറായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് മൊബൈൽ നമ്പർ, 2 കമ്മ്യൂണിക്കേഷൻ മൊബൈൽ നമ്പർ. 33/2025 എന്ന സർക്കുലർ പ്രകാരം യുണീക്ക് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വേണ്ടത് ഈ ആദ്യത്തെ മൊബൈൽ നമ്പർ എന്നുള്ള ഫീൽഡിൽ മാത്രമാണ്. അവിടെ ഒരു കസ്റ്റമർക്ക് സ്വന്തമായി ഒരു മൊബൈൽ നമ്പർ തീർച്ചയായും വേണം. എന്നാൽ രണ്ടാമത്തെ മൊബൈൽ നമ്പർ ഫീൽഡായ കമ്മ്യൂണിക്കേഷൻ മൊബൈൽ നമ്പർ എന്ന ഫീൽഡിൽ വേണമെങ്കിൽ യൂണീക്ക് അല്ലാത്ത നമ്പറും കൊടുക്കാം. അതായത് ഒരു വ്യക്തിയുടെ ഒരു യൂണീക്ക് ഐ ഡിയിൽ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്പർ തന്നെ മറ്റൊരു വ്യക്തിയുടെ യൂണീക്ക് ഐ ഡിയിലും കമ്മ്യൂണിക്കേഷൻ മൊബൈൽ നമ്പർ എന്ന ഫീൽഡിൽ കൊടുക്കാം. അത്തരം സാഹചര്യത്തിൽ ഇവർ 2 പേരുടെയും SMS കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ചെല്ലുന്നത് ഒരൊറ്റ മൊബൈൽ നമ്പറിലേക്കായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വേണം ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട്. നിലവിൽ ബ്രാഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റായി മാർക്ക് ചെയ്യപ്പെട്ട യൂണീക്ക് ഐ ഡി എടുത്ത് ഈ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷൻ വഴി ഏതെങ്കിലും ഫീൽഡുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നിലവിൽ ബ്രാഞ്ചിലുണ്ട് എങ്കിൽ, അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിക്കകത്ത് ഏതെങ്കിലും ഒരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ നിലവിൽ ചെയ്യേണ്ടത് ഏത് യൂണീക്ക് ഐ ഡിയിലാണോ ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ യൂണീക്ക് ഐ ഡി, അതായത് ആ ഡ്യൂപ്ലിക്കേറ്റ് യൂണീക്ക് ഐ ഡി മെൻഷൻ ചെയ്തുകൊണ്ട് മാൻഡിസിനകത്ത് ഒരു ബഗ് ഇടുക. അതിനകത്ത് ഇന്നൊരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ബഗ് ഇടുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം നമ്മൾ IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തൽക്കാലത്തേക്ക് ആ യൂണീക്ക് ഐ ഡിയുടെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാറ്റസ് നമ്മൾ റിവേർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാറ്റസ് പോയതുകൊണ്ട് ബ്രാഞ്ചിൽ അപ്ഡേറ്റ് കസ്റ്റമർ എന്ന ബട്ടൺ വഴി ആ യൂണീക്ക് ഐ ഡി എടുത്ത് നിങ്ങൾക്ക് ആവശ്യാനുസരണം അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ മുന്നേ വിശദീകരിച്ചതുപോലെ നിങ്ങളിപ്പോൾ ആ
യുണീക്ക് ഐ ഡിയിലകത്ത് ഇൻപുട്ട് ചെയ്ത മൊബൈലോ പാനോ ആധാറോ ഇതേ കസ്റ്റമറുടെ മറ്റൊരു ഒറിജിനൽ ഐ ഡിക്കകത്ത് ഉണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ റിവേർട്ട് ചെയ്ത ആ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു കമ്പാരിസൺ സ്ക്രീൻ വരും. അതിൽ ഇങ്ങനെ ചോദിക്കും, അതായത് നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്ത യുണീക്ക് ഐ ഡിയിലുള്ള അതേ മൊബൈൽ നമ്പറോ പാൻ നമ്പറോ ആധാർ നമ്പറോ ഉള്ള മറ്റൊരു യുണീക്ക് ഐ ഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വലതുവശത്ത് എടുത്ത് കാണിക്കും. ഇതേ കസ്റ്റമറുടെ ഐ ഡി ആണ് എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുന്നുണ്ട് എങ്കിൽ മുകളിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫീൽഡ് കാസ്ബേയിൽ അപ്ഡേറ്റ് ആവുകയും കൂടാതെ ഈ റിവേർട്ട് ചെയ്ത യുണീക്ക് ഐ ഡി തിരിച്ച് അതേ കസ്റ്റമറുടെ ഒറിജിനൽ ഐ ഡിയുടെ അണ്ടറിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാർക്കായി പഴയതുപോലെ വരുന്നതായിരിക്കും. നിലവിൽ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു ഫ്ലോയാണ്, എന്നാൽ പേടിക്കേണ്ട. കാരണം ഇതിനകത്തൊരു വർക്ക് അറൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കസ്റ്റമറുടെ ഓൺബോർഡിങ് ആപ്ലിക്കേഷനകത്തുള്ള ആപ്ലിക്കേഷനിൽ ചെന്ന് ആ കസ്റ്റമറുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അവിടെ താഴെ ഡീഡ്യൂപ്പ് ഡീറ്റെയിൽസ് എന്ന ബട്ടന് താഴെ ഇതേ കസ്റ്റമറുടെ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡികളെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീഡ്യൂപ്പ് ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു യുണീക്ക് ഐ ഡിക്കകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് കരുതാം. എന്നാൽ ഈ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡാറ്റ ഓൾറെഡി ഈ കസ്റ്റമറുടെ മുകളിലുള്ള ഒറിജിനൽ ഐ ഡിക്കകത്ത് ഓൾറെഡി ഇൻപുട്ട് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഡീഡ്യൂപ്പ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്ന യുണീക്ക് ഐ ഡികളിൽ ഏത് യുണീക്ക് ഐ ഡിയിലാണോ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിയിലാണോ നിങ്ങൾക്ക് ഒരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ആ പേര് ക്ലിക്ക് ചെയ്ത് ആ യുണീക്ക് ഐ ഡിയുടെ നേർക്ക് ഒരു ബട്ടൺ വെച്ചുകൊണ്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കസ്റ്റമറുടെ ഒറിജിനൽ ഐ ഡിയിലുള്ള ഡാറ്റ ഡയറക്റ്റ്ലി ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിയിലോട്ട് കോപ്പി ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഐ ടി വിഭാഗവുമായി ബന്ധപ്പെടേണ്ട ആവശ്യം വരുന്നില്ല, ബഗ് ഇടേണ്ടതായിട്ട് വരുന്നില്ല. നിങ്ങൾ മാനുവലി ഒരു യുണീക്ക് ഐ ഡിയിൽ ഇൻപുട്ട് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് വരികയും അതിനകത്ത് ഏതൊക്കെ ഫീൽഡുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഐ ഡിക്കകത്തുനിന്ന് കോപ്പി ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ആ ഫീൽഡുകൾ ഏതൊക്കെയാണോ വേണ്ടത് അത് ആവശ്യാനുസരണം ചൂസ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് ആ ഡാറ്റ ഡയറക്റ്റായി ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിയിലേക്ക് കോപ്പി ആവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വർക്ക് റൗണ്ടിലൂടെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി എഡിറ്റ് ചെയ്യുന്നതിലുള്ള ഒരു കാലതാമസവും അല്ലെങ്കിൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടും മാറി കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം ചെയ്തു വരുന്ന സമയത്ത് ഒറിജിനൽ ഐ ഡിക്കകത്ത് പ്രോപ്പർ ഡാറ്റ ഇല്ലെങ്കിൽ നിങ്ങൾ ഒറിജിനൽ ഐ ഡി തന്നെ എടുത്ത് അപ്ഡേറ്റ് ചെയ്യണം. ശേഷം വേണം ആ കസ്റ്റമറുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള യുണീക്ക് ഐ ഡി ഇതുപോലെ ഡീഡ്യൂപ്പ് ഡീറ്റെയിൽസ് എന്ന ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് അവിടെയുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഫീൽഡുകൾ കോപ്പി ചെയ്യാനായിട്ട്. കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷൻ ബ്രാഞ്ചസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അഡീഷണലായിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റിജക്റ്റ് മാർക്ക് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ്. കൺവെൻഷനലി നമ്മൾ കാസ്ബേക്കകത്ത് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു യുണീക്ക് ഐ ഡി എടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ഇൻപുട്ട് ചെയ്യുന്നോ അത് ഡയറക്റ്റ്ലി കസ്റ്റമർ രജിസ്റ്ററിൽ റിഫ്ലക്റ്റ് ആവുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ നമുക്ക് മൂവിങ് ഫോർവേഡ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കുക, അതായത് യുണീക്ക്നെസ് ചെക്ക് ചെയ്യുക. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ രജിസ്റ്ററിൽ ഇൻപുട്ട് ചെയ്യുന്ന മൊബൈൽ നമ്പർ, പാൻ നമ്പർ, ആധാർ നമ്പർ എന്നിവയുടെ എല്ലാം യുണീക്ക്നെസ് കീപ്പ് ചെയ്യുക. അതുപോലെ ഓൾറെഡി ഉണ്ടായി പോയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റുകളെ യുണീക്കാക്കി ഒരൊറ്റ ഒറിജിനൽ എന്ന യുണീക്ക് ഐ ഡിക്ക് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു അഡീഷണൽ സ്റ്റെപ്പ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വന്നു പോയിട്ടുള്ളവയെ യുണീക്കാക്കി കൊണ്ടുവരാൻ ഈ ഒരു അഡീഷണൽ സ്റ്റെപ്പ് നമ്മൾ വൺസ് ചെയ്തേ പറ്റൂ. ഇതൊരു വൺ ടൈം പ്രോസസ്സാണ്. അതായത് ഒരു കസ്റ്റമറുടെ യുണീക്ക് ഐ ഡി എത്ര തവണ എടുത്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ആ എല്ലാ തവണയും ഈ ഡ്യൂപ്ലിക്കേറ്റ് റിജക്റ്റ് മാർക്കിംഗ് വരുന്നില്ല. വൺസ് ഒരാളുടെ ഡീഡ്യൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ടൈമെങ്കിലും നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റിജക്റ്റ് മാർക്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ചെയ്തേ പറ്റും. അതാണ് നിലവിൽ നമ്മുടെ കാസ്ബേയിൽ നിലവിൽ നമ്മളൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനിലൂടെ ക്രിയേറ്റിങ്ങോ അപ്ഡേറ്റിങ്ങോ ചെയ്യുന്നതായിട്ട് അഡീഷണലായിട്ട് വന്നിട്ടുള്ള ഒരു ഘട്ടം. KSFE കസ്റ്റമർ ഓൺബോർഡിംഗ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശാഖകളിൽ നിന്നും ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങളും അവയുടെ മറുപടികളുമാണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും സംശയങ്ങളുണ്ടാവാം, സ്വാഭാവികമാണ്.
അത് ഇത്തരത്തിലുള്ള സെഷനുകളിലൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ഒരു പുതിയ ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഇതിൻ്റെ ആരംഭഘട്ടത്തിലൊരു ഉപയോഗിക്കുന്നതിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശശുദ്ധി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളത് മറികടക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കൂടാതെ ഒരു സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇവിടെയുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ യുണീക്ക് ഐഡികൾ, അവരുടെ കസ്റ്റമർ രജിസ്റ്ററുകളുടെ പ്യൂരിറ്റി, അതുപോലെ യുണീക്ക്നെസ് എല്ലാം കീപ്പ് ചെയ്യേണ്ടത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് നമ്മളെല്ലാവരും കൂട്ടായി ഒരുമിച്ച് അത് കറക്റ്റ് ചെയ്ത് എടുക്കുമെന്നും ഫ്യൂച്ചറിൽ ഈ ഒരു സ്ഥാപനത്തിന് അതൊരു മുതൽക്കൂട്ടായിരിക്കുമെന്നും വിശ്വസിക്കുന്നു. നന്ദി.